എമ്പുരാൻ വിവാദത്തിൽ മാധ്യമങ്ങളെ പഴിച്ച് ശശി തരൂർ MP. വിവാദമല്ലേ മാധ്യമങ്ങളുടെ ജീവിതമാർഗം. വിവാദങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളോട് എന്ത് പറയാനാണെന്നും ശശി തരൂർ പറഞ്ഞു. വിവാദം തന്നെയല്ലേ നിങ്ങളുടെ ജീവിതമാർഗം. ഞാൻ എന്താ പറയുക, വിവാദം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. ഡൽഹിയിൽ നിന്ന് ശരത് ലാലാണ് നമുക്കൊപ്പം ചേരുന്നത്. ശരത് ലാൽ, സംഘപരിവാറിന്റെ അതിരൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണത്തെ കോൺഗ്രസും CPIM ഉൾപ്പെടെയുള്ള പാർട്ടികൾ പരസ്യമായി തള്ളിപ്പറയുമ്പോഴാണ് മാധ്യമങ്ങളെ പഴിച്ചുകൊണ്ട് ഇപ്പോൾ ശശി തരൂർ രംഗത്ത് വന്നിരിക്കുന്നത്. ശശി തരൂർ നിരവധി വിവാദങ്ങളിൽ അടുത്ത കാലത്തായി പെടുന്നുണ്ടായിരുന്നു. ഇന്നലെ അഹമ്മദാബാദിലെ പ്രമേയ കമ്മിറ്റിയിൽ നിന്ന് ഉൾപ്പെടെ മാറ്റുകയും ചെയ്തിരുന്നു. അതിന്റെ ദേഷ്യമാണോ തരൂരിന്? എമ്പുരാൻ വിവാദത്തിൽ മാധ്യമങ്ങളെ പഴിച്ചിരിക്കുകയാണ് ശശി തരൂർ. വിവാദമല്ലേ മാധ്യമങ്ങളുടെ ജീവിതമാർഗം എന്നുള്ളതാണ് ശശി തരൂരിന്റെ പ്രതികരണം. വിവാദങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളോട് എന്തു പറയാനാണ് എന്നും ശശി തരൂർ പറയുകയുണ്ടായി. പക്ഷേ ചോദ്യങ്ങളോട് കൃത്യമായ രീതിയിൽ മറ്റ് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചതുപോലെ സംഘപരിവാറിന്റെ സൈബർ ആക്രമണത്തെ അപലപിക്കാനോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താനോ ശശി തരൂർ തയ്യാറായിട്ടില്ല. ശരത് ലാലുണ്ട് നമുക്കൊപ്പം. ശരത് ലാൽ, തരൂരിന്റെ ഈ പ്രസ്താവന, അദ്ദേഹം വിവാദങ്ങളിൽ പെടുന്നുണ്ട്. പക്ഷേ ഈ എമ്പുരാനെതിരായ സംഘപരിവാറിന്റെ സൈബർ ആക്രമണത്തെ ഉൾപ്പെടെ അദ്ദേഹം തള്ളിപ്പറയാതെ മാധ്യമങ്ങളെ പഴിച്ചു പോവുകയാണ്. ഇല്ല, അത് തന്നെയാണ് വളരെ പ്രത്യേകത. ഇന്നലെ തന്നെ അദ്ദേഹത്തിനെ കരട് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. കാരണം കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ശശി തരൂരിനെ ഒഴിവാക്കി കൊണ്ടുപോകുന്ന ഒരു നടപടികളിലേക്കാണ് മുന്നോട്ട്. ഈ സാഹചര്യം കൂടിയാണ് കണക്കിലെടുത്ത് വേണം ഇത് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം നമ്മൾക്ക് കാണുവാൻ. കാരണം ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ അദ്ദേഹം ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയത് മാധ്യമങ്ങളാണ് എന്ന ഒരു കുറ്റാരോപണം നടത്തിയത്. വിവാദങ്ങൾ ഉണ്ടാക്കലാണല്ലോ താങ്കളുടെ ജോലി. കാരണം എമ്പുരാനടക്കമുള്ള സിനിമയെ സംബന്ധിച്ച് ഇത്രയും കൂടുതൽ, അതായത് പാർലമെന്റിൽ തന്നെ ഉന്നയിക്കാൻ വേണ്ടി പാർലമെന്റ് പാർട്ടികൾക്കും കോൺഗ്രസിലെ തീരുമാനമെടുക്കുന്നു, അതനുസരിച്ച് ഉന്നയിക്കുന്നു. ഈ ഒക്കെയുള്ള സാഹചര്യത്തിലാണ് മാധ്യമങ്ങളാണ് ഈ വിവാദം ഉണ്ടാക്കിയത് എന്നുള്ള രീതിയിലുള്ള ശശി തരൂരിന്റെ പ്രതികരണം വരുന്നത്. ഇത് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ വീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നിലവിലുള്ള കോൺഗ്രസ് പൊളിറ്റിക്സുമായി ശശി തരൂർ വിയോജിച്ചുകൊണ്ടിരിക്കുന്നു, വിടവ് വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. കോൺഗ്രസും അത് ACCയും ഇത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഡ്രാഫ്റ്റ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയത്. ഇന്നത്തെ ഈ പ്രതികരണം പോലും നോക്കിക്കഴിഞ്ഞാൽ മാധ്യമങ്ങളെ പഴിക്കുകയാണ് ചെയ്യുന്നത്. മാധ്യമങ്ങളാണ് ഈ വിഷയങ്ങൾക്ക് കാരണം. എമ്പുരാൻ പോലെയുള്ള സിനിമയെ സംബന്ധിച്ച് കൂടുതൽ വിഷയങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഈ വിവാദമൊക്കെ ഉണ്ടാക്കിയത് ശശി തരൂരാണെന്ന്, പത്രക്കാരാണെന്ന് ശശി തരൂർ പറയുന്നത്. ഇത് കാണുമ്പോൾ തന്നെ കോൺഗ്രസുമായുള്ള ഒരു വിടവ്, ACCയുടെ നേതൃത്വത്തിന്റെ അവരുടെ നയങ്ങളിൽ നിന്നുള്ള വിടവ് വ്യക്തമാക്കുന്നതാണ് പിന്നെ ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണവും. ഓക്കെ, വ്യക്തമാണ്. ആ വിധത്തിലുള്ള ഒരു ദേഷ്യം ശശി തരൂരിനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ കൂടി മോദി അനുകൂല പ്രസ്താവന നടത്തിയതിന്റെ പേരിൽ അഹമ്മദാബാദിൽ നടക്കുന്ന സമ്പൂർണ്ണ AICC യോഗത്തിന്റെ കമ്മിറ്റിയിൽ നിന്ന്, പ്രമേയ കമ്മിറ്റിയിൽ നിന്ന് ശശി തരൂരിനെ ഒഴിവാക്കിയിരുന്നു. അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ വിഭിന്നമായ പ്രതികരണം ഉണ്ടാകുന്നത്.